എല്ലാവർക്കും PSC സഹചാരിയുടെ പാർട്ട് 7 വീഡിയോയിലേക്ക് സ്വാഗതം. 2025 ജനുവരി 11 നടന്ന 10th പ്രിലിംസ് സ്റ്റേജ് 2 ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ പാർട്ട് 7 വീഡിയോ ആണിത്. 61ാമത്തെ ചോദ്യം, പ്രവേഗമാറ്റത്തിന്റെ നിരക്ക്. ഉത്തരം ത്വരണം. ഇനി അതുമായി ബന്ധപ്പെട്ട ഫാക്ട്സ് നോക്കാം. സഞ്ചരിച്ച പാതയുടെ നീളം എന്ന് പറയുന്നത് ദൂരമാണ്. ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം. യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരത്തെയാണ് വേഗം എന്ന് പറയുന്നത്. എന്നാൽ യൂണിറ്റ് സമയത്തിലുണ്ടായ സ്ഥാനാന്തരത്തെ എന്താണ് പറയുന്നത്? അത് പ്രവേഗം ആണ്. ഇനി ത്വരണം ഒരു നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നെങ്കിൽ അതിനെ നെഗറ്റീവ് ത്വരണം അല്ലെങ്കിൽ മന്ദീകരണം എന്നാണ് പറയുന്നത്. ഇനി ഇത്രയും പറഞ്ഞ അളവുകളുടെ യൂണിറ്റുകൾ നമുക്ക് നോക്കാം. ദൂരത്തിന്റെയും സ്ഥാനാന്തരത്തിന്റെയും യൂണിറ്റ് മീറ്റർ ആണ്. വേഗത്തിന്റെയും പ്രവേഗത്തിന്റെയും യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ത്വരണത്തിന്റെയും മന്ദീകരണത്തിന്റെയും യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അദിശ അളവ്, പേര് പോലെ തന്നെ ദിശ ഇവിടെ പരിഗണിക്കുന്നില്ല. ആ ഒരു അളവിന്റെ വാല്യൂ അല്ലെങ്കിൽ മൂല്യം മാത്രമേ നമ്മൾ ഇവിടെ പരിഗണിക്കുന്നുള്ളൂ. ഉദാഹരണത്തിന് അദിശ അളവുകൾക്ക് ഉദാഹരണം PSC ചോദിക്കാറുണ്ട്. ദൂരം, വേഗം, സമയം, പിണ്ഡം, വിസ്തീർണം, താപനില. എന്നാൽ സദിശ അളവ് എന്ന് പറയുന്നത് ഇവിടെ മൂല്യത്തിനും അതുപോലെ ദിശയും പരിഗണിക്കുന്നുണ്ട്, രണ്ടും പരിഗണിക്കുന്നുണ്ട്. ഉദാഹരണം സ്ഥാനാന്തരം, പ്രവേഗം, ത്വരണം, ബലം. എന്താണ് ഭ്രമണം? ഒരു വസ്തു സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കി ചലിക്കുന്നതിനെയാണ് ഭ്രമണം എന്ന് പറയുന്നത്. എന്നാൽ പരിക്രമണമോ? അക്ഷം വസ്തുവിന്റെ പുറത്തു വരുന്ന ചലനത്തെയാണ് പരിക്രമണം എന്ന് പറയുന്നത്. പുറത്തുള്ള ചലനം എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ വൃത്താകാര പാതയിലുള്ള ചലനമാണ്. ദോലനം എന്ന് പറയുന്നത് തുലനത്തെ ആസ്പദമാക്കി ഒരു വസ്തു രണ്ട് ദിശയിലേക്ക് മാറി മാറി ചലിക്കുന്നതിനെയാണ്. ദ്രുതഗതിയിലുള്ള ഈ ദോലനത്തെ നമുക്ക് എന്ത് പറയാം? കമ്പനം എന്ന് പറയാം. ഉദാഹരണത്തിന് നമ്മുടെ റബ്ബർ ബാൻഡ് നല്ല ടൈറ്റ് ആക്കി പിടിച്ചിട്ട് നമ്മൾ അതിനെ ഒന്ന് വലിച്ച് വിടുമ്പോൾ അതൊരു വൈബ്രേറ്റ് ചെയ്യില്ല. ആ വൈബ്രേഷനെയാണ് കമ്പനം എന്ന് പറയുന്നത്. സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിന്റെ പഠനത്തെ വിളിക്കുന്ന പേരാണ്. ഡൈനാമിക്സ് എന്ന് പറയുന്നത് ചലനത്തെ പറ്റിയുള്ള പഠനമാണ്. ഇനി ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാണെന്ന് ചോദിക്കാറുണ്ട്. അത് ഐസക് ന്യൂട്ടൺ ആണ്. 3 ചലന നിയമങ്ങളാണ് ഉള്ളത്. ബലത്തിന്റെ യൂണിറ്റ് ഏത്? ഉത്തരം ബി, ന്യൂട്ടൺ. ഇനി റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. SI സമ്പ്രദായത്തിൽ 7 അടിസ്ഥാന അളവുകളാണുള്ളത്. 1 നീളമാണ്, അതിന്റെ യൂണിറ്റ് മീറ്റർ. 2 പിണ്ഡമാണ് അല്ലെങ്കിൽ മാസ് എന്ന് പറയും നമ്മൾ ഇംഗ്ലീഷിൽ, അതിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. ഭാരം അല്ല കേട്ടോ, ഭാരം വരുന്നില്ല. മാസ് അല്ലെങ്കിൽ പിണ്ഡം എന്ന് പറയും, അത് കിലോഗ്രാം ആണ് യൂണിറ്റ്. സമയം സെക്കൻഡ്സ്. ഊഷ്മാവ് കെൽവിൻ ആണ് അതിന്റെ അടിസ്ഥാന യൂണിറ്റ് അല്ലെങ്കിൽ SI യൂണിറ്റ് എന്ന് പറയുന്നത് ഊഷ്മാവിന്റെ. പ്രകാശ തീവ്രത കാൻഡില. കറന്റ് അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹത്തിന്റെ യൂണിറ്റ് ആംപിയർ. പദാർത്ഥത്തിന്റെ അളവ്, അതിന്റെ യൂണിറ്റ് വരുന്നത് മോൾ. അങ്ങനെ 7 അടിസ്ഥാന അളവുകളാണ് SI സിസ്റ്റം അല്ലെങ്കിൽ സമ്പ്രദായത്തിലുള്ളത്. ഈ മറ്റ് അളവുകളും അതിന്റെ യൂണിറ്റുകളും നോക്കാം. മർദ്ദം പാസ്കൽ ആണ് യൂണിറ്റ്. പ്രവൃത്തി, ഊർജം, താപം, ഈ അളവുകളുടെ ഒക്കെ യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് കൂളോം ആണ്. യന്ത്രങ്ങളുടെ പവർ പറയുന്ന യൂണിറ്റ് ഏതാണ്? കുതിരശക്തിയാണ്. ഒരു കുതിരശക്തി അല്ലെങ്കിൽ ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് എത്ര വാട്ടിന് തുല്യമാണ്? 746 വാട്ടിന് തുല്യമാണ്. പൊട്ടൻഷ്യൽ വ്യത്യാസം വോൾട്ട് ആണ് യൂണിറ്റ്. റെസിസ്റ്റൻസ് ഓം. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഫാരഡ്. ശബ്ദ തീവ്രത ഡെസിബൽ. ആവൃത്തിയുടെ യൂണിറ്റ് ഹെർട്സ്. ലെൻസിന്റെ പവർ ഡയോപ്റ്ററിലാണ് പറയുന്നത്. തരംഗ ദൈർഘ്യത്തിന്റെ SI യൂണിറ്റ് ചോദിച്ചാൽ അത് മീറ്റർ ആണ്. എന്നാൽ തരംഗ ദൈർഘ്യം നമ്മൾ കൂടുതലും പറയുന്ന യൂണിറ്റ് ആങ്സ്ട്രം ആണ്. ഇനി നിങ്ങൾക്കുള്ള ഒരു ചോദ്യം, ഒരു ആങ്സ്ട്രം എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണ്? 2 ഓപ്ഷൻ തരാം. 10⁻⁻9 ആണോ അതോ 10⁻⁻10 ആണോ? ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യുക.
ഇനി ഒരു കലോറി എന്ന് പറയുന്നത് എത്ര ജൂളിന് ഈക്വൽ ആണ്? ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ജൂളിന് ഈക്വൽ ആണ്. എന്നാൽ ഒരു ജൂള് എന്ന് പറയുന്നത് 10⁻⁷ എർഗിന് തുല്യമാണ്. ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത് 10⁵ ഡൈൻ എന്നതിന് തുല്യമാണ്. ഒരു മോൾ എന്ന് പറയുന്നത് എത്ര സംഖ്യ? 6.022 ഇൻറ്റു 10⁻23 എന്ന നമ്പറിനെയാണ് ഒരു മോള് എന്ന് പറയുന്നത്. ഈ മോൾ ദിനം നമ്മൾ ആചരിക്കാറുണ്ട്. മോൾ ദിനം എന്ന് പറയുന്നത് ഒക്ടോബർ 23 അത് ഓർത്തിരിക്കാനും സുഖമാണ് ഈ ഒരു നമ്പർ പഠിച്ചിട്ടുണ്ടെങ്കിൽ. അതിൽ 10⁻23 10 എന്ന് പറയുന്നത് ഒക്ടോബർ ആണ്. ഒക്ടോബർ മാസം 10ാമത്തെ മാസമാണല്ലോ, അതില് 23ാമത്തെ ദിവസം. അങ്ങനെ ആലോചിച്ചാൽ മതി. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഉത്തരം ബി, ഗതികോർജം. എന്താണ് സ്ഥിതികോർജം? ഒരു വസ്തുവിന് സ്ഥാനം മൂലം ലഭിക്കുന്ന ഊർജം. ഗതികോർജം എന്ന് പറയുന്നത് അതിന്റെ ചലനം മൂലം ലഭിക്കുന്ന ഊർജം. എന്നാൽ യാന്ത്രികോർജമോ? യന്ത്രങ്ങളുടെ പ്രവർത്തനം മൂലം ലഭിക്കുന്ന ഊർജമാണ് യാന്ത്രികോർജം. എല്ലാ പദാർത്ഥങ്ങളിലും ഊർജം സംഭരിച്ചിട്ടുണ്ട്. ആ ഊർജമാണ് രാസോർജം. ഇനി പ്രവൃത്തിയുടെ ഇക്വേഷൻ എന്താണ്? ബലം ഇൻറ്റു സ്ഥാനാന്തരം. പവർ കാണാനുള്ള ഇക്വേഷനോ? പവർ = പ്രവൃത്തി ഡിവൈഡഡ് ബൈ സമയം. അതിന്റെ പവറിന്റെ യൂണിറ്റ് വാട്ട് നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. അതിന്റെ വാട്ടിനെ അല്ലെങ്കിൽ എന്ത് പറയാം, ജൂൾ പെർ സെക്കൻഡ് എന്നും പറയാം. ഇനി കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ ആണ് E = ½mv². m എന്ന് പറയുന്നത് വസ്തുവിന്റെ മാസാണ്, v എന്ന് പറയുന്നത് വസ്തു സഞ്ചരിക്കുന്ന വെലോസിറ്റി ആണ്. ഇതിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഒരു വസ്തുവിന്റെ വെലോസിറ്റി 2 ഇരട്ടിയാക്കിയാൽ കൈനറ്റിക് എനർജി എത്ര ഇരട്ടിയാവും? അപ്പൊ ഇവിടെ വിക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കണം? 2v കൊടുക്കണം. 2vന്റെ സ്ക്വയർ എന്ത് വരും? 4v² എന്ന് വരും. അതായത് 4 മടങ്ങായി. ഓക്കെ, അപ്പൊ 2 മടങ്ങ് പറയുമ്പോൾ അതിന്റെ സ്ക്വയർ എടുക്കുക. 3 മടങ്ങ് പറയുമ്പോൾ അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 9 മടങ്ങാവും കൈനറ്റിക് എനർജി. അപ്പൊ 4 മടങ്ങാവുമ്പോൾ കൈനറ്റിക് എനർജി എത്ര മടങ്ങാവും? അത് നിങ്ങൾ കമന്റ് ചെയ്യുക. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താ? mgh. m എന്ന് പറയുന്നത് മാസാണ് വസ്തുവിന്റെ കിലോഗ്രാമിൽ. g എന്ന് പറയുന്നത് 9.8 ന്യൂട്ടൺ പെർ കിലോഗ്രാം ആണ്. h എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്, അത് മീറ്ററിലാണ് എഴുതേണ്ടത്. വസ്തു എത്ര ഹൈറ്റിലാണോ ഉള്ളത് ആ ഹൈറ്റ് ആണ് കൊടുക്കേണ്ടത്. 64 താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏത്? ഉത്തരം അറ്റോമിക് റിയാക്ടറുകൾ. ബാക്കി 3 എന്താണ്? ഗ്രീൻ എനർജി ആണ്. ഇനി റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ഈ ഗ്രീൻ എനർജി എന്ന് പറയുന്നതും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി റിസോഴ്സസ്, നോൺ കൺവെൻഷണൽ എനർജി റിസോഴ്സസ് എന്ന് പറയുന്നതൊക്കെ ഒന്നാണ്. അതിന്റെ ഉദാഹരണങ്ങളാണ് സൗരോർജം, കാറ്റ്, തിരമാല, ഹൈഡ്രോ ഇലക്ട്രിക് പവർ, ജൈവപിണ്ഡം, ബയോഗ്യാസ്. അതായത് ഇവയൊന്നും തീർന്നു പോയില്ല. എല്ലാ കാലവും നമുക്ക് ഊർജം ഉണ്ടാക്കാൻ അല്ല ഊർജം തരുന്ന റിസോഴ്സുകളാണ്. അതുകൊണ്ടാണ് ഇതിന് ഗ്രീൻ എനർജി അല്ലെങ്കിൽ പാരമ്പര്യേതര എനർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇനി ബ്രൗൺ എനർജി എന്ന് പറയുന്നതും അത് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ അല്ലെങ്കിൽ നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സസ് അല്ലെങ്കിൽ കൺവെൻഷണൽ എനർജി റിസോഴ്സസ് എന്ന് പറയാം. ഇതിന് ഉദാഹരണമാണ് പെട്രോൾ, പെട്രോളിയം പ്രൊഡക്ട്സ്, ഡീസൽ, കൽക്കരി, പ്രകൃതിവാതകം, മണ്ണെണ്ണ, ന്യൂക്ലിയർ എനർജി. ഇതൊക്കെ എന്നതിന് ഉദാഹരണമാണ്, ബ്രൗൺ എനർജിക്ക് ഉദാഹരണമാണ്. അതായത് ഇവയൊക്കെ ഒരു കാലം കഴിഞ്ഞാൽ ഉപയോഗം കൂടുന്നതിനനുസരിച്ച് ഇത് തീർന്നു പോകും. 65 കടലിന്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏത്? ഉത്തരം ഓപ്ഷൻ എ, അൾട്രാസോണിക് ആണ്. ഇനി ഇതിനെ കുറിച്ച് കുറച്ച് ഫാക്ട്സ് നോക്കാം. സോണാർ എന്ന ഉപകരണം പ്രവർത്തിക്കുന്ന അടിസ്ഥാന തത്വം എന്താണ്? ആവർത്തന പ്രതിപതനമാണ്. സോണാറിന്റെ ഫുൾ ഫോം സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ്. സമുദ്രത്തിന്റെ ആഴം അളക്കുന്ന മറ്റൊരു ഉപകരണമാണ് ഫാത്തോമീറ്റർ. ഓഡോമീറ്റർ എന്താണ് അളക്കുന്നത്? നമ്മുടെ വണ്ടിയുടെ അല്ലെങ്കിൽ വെഹിക്കിളിന്റെ ദൂരം അളക്കുന്ന ഉപകരണമാണ് ഓഡോമീറ്റർ. അതുപോലെ നമ്മുടെ വെഹിക്കിളിന്റെ സ്പീഡ് അളക്കുന്ന ഉപകരണമാണ് സ്പീഡോമീറ്റർ. പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണ്, എന്നാൽ ശബ്ദം ഒരു അനുദൈർഘ്യ തരംഗമാണ്. വവ്വാലുകൾ പുറപ്പെടുവിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന തരംഗമാണ് അൾട്രാസോണിക് തരംഗം. ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗമാണ് ഇൻഫ്രാസോണിക് തരംഗം. ആനയും തിമിംഗലവും പുറപ്പെടുവിക്കുന്ന തരംഗങ്ങളും ഇൻഫ്രാസോണിക് തരംഗങ്ങളാണ്. നായകളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന വിസിലാണ് ഗാൾട്ടൻ വിസിൽ. അതിന്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി എന്ന് പറയുന്നത് 30,000 ഹെർട്സ് ആണ്, 30,000 ഹെർട്സ്. എന്നാൽ ഈ സൗണ്ട് മനുഷ്യന് കേൾക്കാൻ കഴിയില്ല, കാരണം മനുഷ്യന്റെ
എന്താണ് കേൾക്കുന്നതിനുള്ള പരിധി എത്രയാണ്? ആവൃത്തിയുടെ റേഞ്ച് എന്ന് പറയുന്നത് 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയാണ്. ഈ 20 കിലോ ഹെർട്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? 20,000 ഹെർട്സ് എന്നും എഴുതാം. കേൾവി അനുഭവത്തിന്റെ അളവിന് പറയുന്നത് ഉച്ചത എന്നാണ്. അതുപോലെ കേൾക്കുന്ന ശബ്ദത്തിന്റെ കൂർമത എന്താണ്? അത് സ്ഥായി എന്ന് അറിയപ്പെടുന്നു. ഇനി ഈ കൂർമത അല്ലെങ്കിൽ സ്ഥായി, പിച്ച്, ശ്രുതി ഇതൊക്കെ ഒന്നാണ്. 66 ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏത്? ഓപ്ഷൻ സി ഫ്ലൂറിൻ. ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടിയ മൂലകം സീഷ്യമാണ്. അതുപോലെ ഇലക്ട്രോൺ അഫിനിറ്റി, അതായത് ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ളത് ക്ലോറിൻ ആണ്. കാറ്റിനേഷൻ ഏറ്റവും കൂടുതലുള്ള മൂലകം കാർബൺ ആണ്. അതായത് സ്വന്തം ആറ്റങ്ങളെ ആയിട്ട് കൂടുതൽ ബോണ്ടുകൾ ഉണ്ടാക്കാൻ കഴിവുള്ളതിനെയാണ് കാറ്റിനേഷൻ എന്ന് പറയുന്നത്. അത് ഏറ്റവും കൂടുതൽ കാർബണിനാണ്. സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം, അതുപോലെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ ആണ്. വിശിഷ്ട താപധാരിത കൂടുതലുള്ള പദാർത്ഥം ജലം. ഭാവിയുടെ മൂലകം അല്ലെങ്കിൽ ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ. ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയം. പ്രതീക്ഷയുടെ ലോഹം എന്നറിയപ്പെടുന്നതോ അത് യുറേനിയമാണ്. ഭൂവൽക്കത്തിലും അതുപോലെ മനുഷ്യ ശരീരത്തിലും ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. എന്നാൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ ആണ്. 67 സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ. ഉത്തരം ബി അൽനിക്കോയാണ്. ഈ അൽനിക്കോയിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്? അൽനിക്കോ എന്ന് പറയുന്ന ഒരു ലോഹ സങ്കരമാണ്, അല്ലെങ്കിൽ അലോയ് ആണെന്ന് പറയാം. അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ലോഹങ്ങളുടെ മിക്സ്ചർ ഏതൊക്കെയാണ്? ഒന്ന് അലൂമിനിയം ആണ്, നിക്കൽ ഉണ്ട്, അയൺ ഉണ്ട്, പിന്നെ കൊബാൾട്ട് ഉണ്ട്. ഓക്കെ. അടുത്തത് ഹീറ്റിംഗ് ഓയിലിൽ ഉപയോഗിക്കുന്ന ലോഹസങ്കരം അല്ലെങ്കിൽ അലോയ് എന്ന് പറയുന്നത് നിക്രോം ആണ്. അതിൽ അടങ്ങിയിരിക്കുന്ന കമ്പോണൻസ് നമ്മൾ പഠിക്കണം. നിക്കൽ, ക്രോമിയം, അയൺ. ഓസ്കാർ ശില്പം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് ആണ് ബ്രിട്ടാണിയം. ഇനി നമ്മുടെ വീട്ടിലൊക്കെ ഫ്യൂസ് വയർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അലോയ് ആണ് സോൾഡർ. അത് എന്തുകൊണ്ടൊക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? ലെഡും ടിന്നും ഉപയോഗിച്ചിട്ടാണ്. പെൻഡുലം, ക്ലോക്കിലെ പെൻഡുലം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അലോയ് ആണ് അല്ലെങ്കിൽ ലോഹസങ്കരമാണ് ഇൻവാർ. വിമാനത്തിന്റെ ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് ആണ് ഡ്യൂറാലുമിൻ. അടുത്തത് ബ്രാസ് അല്ലെങ്കിൽ പിച്ചള എന്നറിയപ്പെടുന്ന ലോഹസങ്കരം എന്തിനെ കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയത്? കോപ്പറും സിങ്കിനെ കൊണ്ടുമാണ് ഉണ്ടാക്കിയത്. അതേമാതിരി ബ്രോൺസ് അല്ലെങ്കിൽ ഓട് ഉണ്ടാക്കിയിരിക്കുന്നത് കോപ്പറും ടിന്നും വെച്ചിട്ടാണ്. എന്നാൽ ഗൺമെറ്റൽ എന്ന അലോയ് ഉണ്ടാക്കിയിരിക്കുന്നത് കോപ്പർ, സിങ്ക്, ടിന്ന്, ഈ മൂന്നെണ്ണം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഗൺമെറ്റൽ ഉണ്ടാക്കിയിരിക്കുന്നത്. 68 താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏത്? ഉത്തരം സി ബേക്കലൈറ്റ്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ആണ് ബേക്കലൈറ്റ്. ആദ്യത്തെ കൃത്രിമ മൂലകം ടെക്നീഷ്യം. ആദ്യത്തെ കൃത്രിമ റബ്ബർ നിയോപ്രിൻ ആണ്. എന്നാൽ ആദ്യത്തെ കൃത്രിമ പട്ട് ഏതാണ്? അത് റയോൺ ആണ്. ആദ്യത്തെ കൃത്രിമ നൂൽ ഏതാണ്? നൈലോൺ ആണ്. ആദ്യത്തെ കൃത്രിമ പഞ്ചസാര സാക്കറിൻ. ഇത് നമ്മുടെ SCERT-യിലുള്ള ഒരു ടേബിൾ ആണ്. ഇതിന്റെ അകത്തു നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് തെർമോപ്ലാസ്റ്റിക് ഏതൊക്കെയാ നോക്കാം. അതിനുള്ള ഉദാഹരണമാണ് പോളിത്തീൻ ഉണ്ട്, പോളിവിനൈൽ ക്ലോറൈഡ് ഉണ്ട്, പിന്നെ ഇതിന്റെ അകത്ത് ഇല്ലാത്തൊരു കാര്യമാണ് നൈലോൺ. അതും തെർമോപ്ലാസ്റ്റിക് ആണ്. ഇനി തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ഏതൊക്കെയാ നോക്കാം. ബേക്കലൈറ്റും മെലാമിൻ ഫോർമാൽഡിഹൈഡും. ഇതിന്റെ അകത്ത് ഈ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിന്റെ, അതായത് ബേക്കലൈറ്റിന്റെയും മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിന്റെയും യൂസുകൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ്, ഒന്ന് നോക്കി വെക്കുക. പിന്നെ 69 പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ. ഓപ്ഷൻ എ ഏണസ്റ്റ് റുദർഫോർഡ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ് തന്നെയാണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചതോ JJ തോംസൺ. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. ഇലക്ട്രോണിന് ആ പേര് നൽകിയത് ജോൺ സ്റ്റോണി ആണ്. അതുപോലെ ന്യൂക്ലിയസ്, ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചതും ആരാണ്? ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ആറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ കണം ഏതാണ്? ന്യൂട്രോൺ. എന്നാൽ ഭാരം കുറഞ്ഞതോ? അത് ഇലക്ട്രോൺ ആണ്. ഇനി ഐസോടോപ്സ് എന്താണ്? സെയിം അറ്റോമിക് നമ്പറും എന്നാൽ വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. ഉദാഹരണം, നമ്മൾ ഹൈഡ്രജന് 3 ഐസോടോപ്പുകൾ ഉണ്ടല്ലോ അല്ലെ.
പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. അതിന്റെ എല്ലാത്തിന്റെ അറ്റോമിക് നമ്പർ സെയിം ആണ് 1. എന്നാൽ മാസ് നമ്പറുകൾ എല്ലാത്തിന്റെയും വ്യത്യസ്തമാണ്. പ്രോട്ടിയത്തിന്റെ 1 ഡ്യൂട്ടീരിയത്തിന്റെ 2 ട്രിഷ്യത്തിന്റെ 3 മാസ് നമ്പർ. ഇനി ഐസോബാർ എന്താണ്? സെയിം മാസ് നമ്പർ, ഇതിന്റെ റിവേഴ്സ് തന്നെ, സെയിം മാസ് നമ്പർ എന്നാൽ വ്യത്യസ്ത അറ്റോമിക് നമ്പർ ഉള്ള വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളെയാണ് എന്ത് പറയുന്ന ഐസോബാർ. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഓക്കെ, ഐസോട്ടോപ്പ് പറയുന്ന ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ്. അത് ഹൈഡ്രജന്റെ തന്നെ 3. പക്ഷെ ഇവിടെ ഐസോബാർ എന്ന് പറയുന്ന വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളാണ് എടുക്കുന്നത്. ഉദാഹരണം ആർഗന്റെ അതേമാതിരി പൊട്ടാസ്യത്തിന്റെയും മാസ് സെയിം ആണ് 40. എന്നാൽ അതിന്റെ അറ്റോമിക് നമ്പർ വ്യത്യാസമാണ്, 18ഉം 19ഉം. ഇനി ഐസോട്ടോൺ എന്ന് പറയുന്നത് സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ്. ന്യൂട്രോൺസിന്റെ എണ്ണം സെയിം ആയിരിക്കും. അങ്ങനെയുള്ള വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളാണ് എന്ന് പറയുന്നത് ഐസോട്ടോൺ. ഓക്കെ, ആ ഒരു വാക്കുകൂടി ശ്രദ്ധിക്കണം, വ്യത്യസ്ത മൂലകങ്ങളാണ്. അടുത്തത് 70 ലാസ്റ്റ് ക്വസ്റ്റ്യൻ. LPG മുഖ്യ ഘടകം. ഓപ്ഷൻ ബി ബ്യൂട്ടൻ. LPG എന്ന് പറയുന്നത് എന്താണ്? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ്. അതിൽ പ്രധാന ഘടകം ബ്യൂട്ടൈൻ ആണ്. അതേമാതിരി LNG, CNG അതിന്റെ ഫുൾ ഫോം എന്താണ്? ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. ഈ LNG, CNG, ഗോബർ ഗ്യാസ്, ബയോഗ്യാസ് ഇതിനകത്തൊക്കെ അടങ്ങിയിരിക്കുന്ന മുഖ്യ ഘടകം ചോദിച്ചിട്ടുണ്ടെങ്കിൽ മീഥേൻ ആണ്. LPG മാത്രമേ വ്യത്യാസമുള്ളൂ, അത് ബ്യൂട്ടൈൻ ആണ്. അത് പഠിച്ചു വെക്കുക. പിന്നെ LNGയും CNGയും എന്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്? പ്രകൃതി വാതകത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ LPG ഉണ്ടാക്കുന്നത് പെട്രോളിയത്തിൽ നിന്നാണ്. ഈ LPGക്ക് നിറവും ഇല്ല, മണവും ഇല്ല. എന്നാൽ നമ്മുടെ വീട്ടിലൊക്കെ നമുക്കറിയാം, നമ്മൾ സിലിണ്ടറുകൾ ഉപയോഗിക്കാറുണ്ട് പാചകത്തിന്. അതില് ലീക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അതിന്റെ അകത്തൊരു മണത്തിന് വേണ്ടിയിട്ടൊരു വസ്തു ചേർക്കുന്നുണ്ട്. അതാണ് ഈഥൈൽ മെർക്യാപ്റ്റൻ. അപ്പൊ നമ്മുടെ 7ാമത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിന് മുന്നേയുള്ള 6 വീഡിയോസ് നിങ്ങൾ എന്തായാലും കാണണം. നിങ്ങളുടെ അടുത്ത എല്ലാ പരീക്ഷകൾക്കും, ജനറൽ എക്സാംസിന്, PSCയുടെ എല്ലാ ജനറൽ എക്സാംസിനും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവും. അപ്പൊ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ ഫാക്ട്സ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടത് അറിയുന്നതോ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. താങ്ക് യു.